ഹായ് സുഹൃത്തുക്കളെ, ഇനി ഒരു കുറ്റം ചെയ്താലും ഒന്നും സംഭവിക്കാനില്ല എന്ന ഗോവിന്ദച്ചാമിയുടെ മൊഴിയാണ് ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് പ്രേരകമായത്. 2011 ഫെബ്രുവരി 1 ട്രെയിനിൽ യാത്രക്കാരിയായിരുന്ന യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് പീഡിപ്പിക്കുകയും മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ് തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദച്ചാമി. 2011 നവംബർ 11 തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി വധശിക്ഷ വിധിച്ചെങ്കിലും 2016 സെപ്റ്റംബറിൽ സുപ്രീം കോടതി വധശിക്ഷ റദ്ദാക്കുകയും ജീവപര്യന്തം തടവും നിലനിർത്തുകയുമായിരുന്ന ആ പ്രതിയാണ് ഇന്ന് ജയിലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥകൾ അപര്യാപ്തമാണ്. അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള ക്രിമിനലുകൾ വളരുന്നതും കൂടുന്നതും. സ്ത്രീകൾക്കെതിരെ നടന്ന അതിക്രമങ്ങളിലെ പ്രതികൾക്കെതിരെ നടത്തുന്ന വിധി നിർണയത്തിൽ ഒരു വിട്ടുവീഴ്ചയും അരുത്. ക്രൂരമായ ഇത്തരം ആളുകൾക്ക് കഠിനമായ ശിക്ഷ അല്ലെങ്കിൽ വധശിക്ഷ നൽകിയാലേ നമ്മുടെ നാട് നന്നാകൂ. എന്നാൽ മാത്രമേ സ്ത്രീകൾക്കും കുട്ടികൾക്കും സമാധാനമായി ജീവിക്കാൻ സാധിക്കൂ. ഇങ്ങനെയുള്ള ക്രിമിനലുകളായ ആളുകൾ ഭയപ്പെടുന്ന നിയമങ്ങൾ വരണം. എന്നാൽ മാത്രമേ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കുറയൂ. ജീവപര്യന്തം മാത്രം ശിക്ഷ നൽകി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് വീണ്ടും കുറ്റവാളികൾ ഇറങ്ങി ഇതേ പ്രവൃത്തികൾ വീണ്ടും ചെയ്യും. ഇനി ഒരു പെൺകുട്ടിയുടെ ജീവനും ഇതുപോലെ ക്രൂരമായി പൊലിയരുത്. ഒരമ്മയുടെ കണ്ണുനീരും ഇനി ഇവിടെ വീഴരുത്. എന്ത് തെറ്റ് ചെയ്താലും നമ്മുടെ രാജ്യത്ത് ഇത്രയൊക്കെയല്ലേ ശിക്ഷ കിട്ടുള്ളൂ എന്നൊരു തോന്നലാണ് ഗോവിന്ദച്ചാമിയെ കൊണ്ട് ആ വാക്കുകൾ പറയിപ്പിച്ചത്. ഇനി ഒരു കുറ്റം ചെയ്താലും ഒന്നും സംഭവിക്കാനില്ല എന്ന്. ഇന്ന് നടന്നത് ഏറ്റവും ഗുരുതരമായ സുരക്ഷാ പിഴവാണ്. കൊടും ക്രിമിനലായ ഒരു കുറ്റവാളിയെ ഇങ്ങനെയാണോ ജയിലിൽ സൂക്ഷിക്കേണ്ടത്? ഒരു കുറ്റവാളിയുടെ അപേക്ഷ പ്രകാരം ഒരു ബ്ലോക്കിൽ നിന്നും അടുത്ത ബ്ലോക്കിലേക്ക് മാറ്റി താമസിപ്പിക്കുകയും അയാളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അവിടെ അനുവദിക്കുകയും ചെയ്യുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനം? ഇതിൽ നിന്ന് മനസ്സിലാക്കാം ആ ജയിലിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അപര്യാപ്തമാണെന്ന്. ഇത്തരം ക്രിമിനലുകളെ ഒറ്റയ്ക്കാണ് സൂക്ഷിക്കേണ്ടത്, അല്ലാതെ സഹതടവുകാരുടെ ഒപ്പമല്ല. ഇതെല്ലാവർക്കും ഒരു പാഠമാകട്ടെ. നമ്മുടെ നാട്ടിലെ നിയമനിർമ്മാണത്തിൽ അഴിച്ചുപണി നടത്തണം. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിലെ കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ, അതായത് വധശിക്ഷ തന്നെ നൽകാനുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കണം. എന്നാൽ മാത്രമേ ഏതൊരു സ്ത്രീക്കും, ഒരു പെൺകുട്ടിക്കും, ഒരു പെൺകുഞ്ഞിനു പോലും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സ്വതന്ത്രമായി സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഓരോരുത്തരുമാണ് പറയേണ്ടത് നമ്മുടെ നാട്ടിലെ ശിക്ഷാ നടപടികളിൽ വ്യത്യാസം വരുത്തണോ എന്ന്. ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. താങ്ക് യു. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.